പാരിയത്തുകാവ് സമരസമിതി കൺവീനർ ശ്രീ സിറാജാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇപ്പോൾ മന്ത്രി പറഞ്ഞത് അവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ചിലർ ശ്രമിച്ചു എന്നതാണ്. മന്ത്രിക്ക് പഴയ ചരിത്രം അറിയുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ MLA യോട് ചോദിക്കണമായിരുന്നു. കാരണം യഥാർത്ഥത്തിൽ ഈ സമരസമിതി രൂപം കൊള്ളുന്നത് 2023 9-ാം മാസമാണ്. അന്ന് സമരസമിതി രൂപം കൊണ്ട ഘട്ടത്തിൽ CPIM എന്നുള്ള നിലക്കല്ല ഈ സമരസമിതി രൂപം കൊണ്ടത്. ഇങ്ങനെ ഒരു കുടിയൊഴിപ്പിക്കൽ ഈ നാടിനകത്ത് നടക്കുന്നു എന്ന് ഈ പാവങ്ങൾ വന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങളടങ്ങുന്ന ആ നാടിനകത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അന്ന് ചെയർമാൻ സ്ഥാനം വഹിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഇതേ ഇപ്പോഴത്തെ MLA യുടെ അതേ പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന പഞ്ചായത്ത് അംഗമായിരുന്നു. ഞാൻ അതിൻ്റെ കൺവീനറായി ചുമതലയേറ്റു. അങ്ങനെ എല്ലാ പാർട്ടിക്കാരും ഉൾക്കൊള്ളുന്ന ഒരു സംയുക്ത സമരസമിതിയുമായി സമരം മുമ്പോട്ട് പോയി. തൊട്ടടുത്ത ദിവസം ആ സമരസമിതിയിൽ നിന്ന് രാജിവെച്ചാണ് ഈ പറയുന്ന പഞ്ചായത്ത് അംഗം പുറത്തു പോകുന്നത്. എങ്ങനെയാണ് CPIM ഈ സമരത്തിനകത്ത് ഒറ്റപ്പെട്ടത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവരുമായി നടത്തിയ ചർച്ചയിൽ പറയുന്നത് ഹൈക്കോടതിയിലേക്ക് വീണ്ടും പോകും, റിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യും. അത് കോടതി അംഗീകരിച്ചില്ലെങ്കിൽ ഇവരുടെ സർക്കാരിൻ്റെ വാദങ്ങൾ തള്ളിക്കളഞ്ഞാൽ ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതാണ്. അതിന് സമരസമിതി തയ്യാറാവുമോ? സമരസമിതിയെ സംബന്ധിച്ച് സമരസമിതിക്ക് പ്രത്യേക താല്പര്യങ്ങളില്ല. ഈ സമരസമിതി രൂപം കൊള്ളുന്നത് പാരിയത്തുകാവ് നിവാസികളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരായിട്ടാണ്. അവരെന്താ ആഗ്രഹിക്കുന്നതോ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഇന്നിപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ള ചർച്ച സ്വാഗതാർഹമാണ്. പക്ഷേ സ്വാഭാവികമായി സമരസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ കൂടെ പങ്കെടുപ്പിക്കേണ്ടതായിരുന്നു. ഞങ്ങളെ മാറ്റി നിർത്തി. അതിൻ്റെ എന്തോ ആകട്ടെ, അതിൻ്റെ വിഷയങ്ങളിലേക്ക് മെറിറ്റിലേക്ക് ചർച്ചയ്ക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഈ വിഷയത്തിനകത്ത് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചത് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യുമെന്നുള്ളതാണ്. ഞങ്ങൾ 2022 പെരുമ്പാവൂർ കോടതിയിൽ ഈ ഡെലിവറിയുമായി ബന്ധപ്പെട്ട നിയമം വന്ന സമയത്ത്, ഓർഡർ ഇറങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ SLP പോയതാണ് സുപ്രീം കോടതിയിൽ. അത് തള്ളിപ്പോയതാണ് എന്നത് കാണാതെയാണോ ഇത് പറഞ്ഞത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിലൊരു സാധ്യതയും ഇല്ല എന്നാണോ? ഞങ്ങൾ അതിനകത്തൊരു സാധ്യതയും കാണുന്നില്ല. മറിച്ച് അതിനകത്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇവരുടെ ഭൂമി ഇവർക്ക് നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ സമരസമിതി പോയതാണ്. വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ സർക്കാർ മുൻകൈയെടുത്ത് കോടതിയിൽ പോകുന്നുവെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നു എന്നതാണ് സമരസമിതി പറയുന്നത്.